ഇന്നത്തെ ടോപ്പിക്കാണ് തിയറീസ് ഓഫ് ഒപ്റ്റിമം കറൻസി ഏരിയ. തിയറീസ് ഓഫ് ഒപ്റ്റിമം കറൻസി ഏരിയ ഒറിജിനേറ്റ് ചെയ്തത് മുണ്ടലിന്റെ ഫാക്ടർ മൊബിലിറ്റി തിയറിയിൽ നിന്നുമാണ്. 1961 ആർ.എ. മുണ്ടൽ തിയറീസ് ഓഫ് ഒപ്റ്റിമം കറൻസി ഏരിയ എന്ന പേരിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം എം.സി. കിന്നനും കെനനും മാഗ്നിഫിക്കോയും ചേർന്ന് ഒപ്റ്റിമം കറൻസി ഏരിയയെ പറ്റി വിശദീകരിക്കുന്ന തിയറീസ് ഡെവലപ്പ് ചെയ്തു. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസിന്റെ കറൻസികളെ പെർമനന്റ്ലി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെയാണ് ഒപ്റ്റിമം കറൻസി ഏരിയ എന്ന് പറയുന്നത്. ഇത്തരം ഗ്രൂപ്പുകളിൽ അംഗത്വമില്ലാത്ത കൺട്രീസിന്റെ കറൻസികളെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കൺട്രീസിന്റെ കറൻസികളെ ബന്ധിപ്പിക്കാൻ യൂറോ എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള ഒരു കറൻസിനെയാണ് യൂസ് ചെയ്യുന്നത്. യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ് എന്നിവ ഉൾപ്പെടുന്ന ഒരു എക്കണോമിക് യൂണിയനാണ്. തിയറീസ് ഓഫ് ഒപ്റ്റിമം കറൻസി ഏരിയയിലെ ആദ്യത്തെ തിയറിയാണ് മുണ്ടൽസ് ഫാക്ടർ മൊബിലിറ്റി തിയറി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒപ്റ്റിമം കറൻസി ഏരിയ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റിലൂടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഫുൾ എംപ്ലോയ്മെന്റും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ്. ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഇതിന് ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. ഫാക്ടർ മൊബിലിറ്റിയിലൂടെയാണ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയത്തിന്റെ പ്രധാന കാരണം മെമ്പേഴ്സ് കൺട്രീസിൽ ഉണ്ടാകുന്ന ഫാക്ടർ കോസ്റ്റസിന്റെ ഡിഫറൻസസ് ആണ്. ക്യാപിറ്റലിനും ലേബറിനും ഫ്രീ മൊബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രീ മൊബിലിറ്റി സിറ്റുവേഷനിൽ ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റുള്ള കൺട്രിയിൽ നിന്നും ആൾക്കാർ ലോ അൺഎംപ്ലോയ്മെന്റ് റേറ്റുള്ള കൺട്രിയിലേക്ക് പോകുകയും അവിടെ ഫാക്ടർ കോസ്റ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റും ഈക്വലൈസ് ആവുകയും ചെയ്യുന്നു. ഇതൊരു അൺറിയലിസ്റ്റിക് തിയറിയാണ്. കാരണം കൺട്രീസിനിടയിലെ ഫ്രീ ഫാക്ടർ മൊബിലിറ്റി ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ്, മിക്കിനൻസ് ഓപ്പൺ എക്കണോമിക് തിയറി. ഇവിടെ ഒപ്റ്റിമം കറൻസി ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എക്കണോമിക്സിന്റെ പ്രൈസ് സ്റ്റെബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്നത് പ്രൈസ് ലെവലിലായിരിക്കും. ഒപ്റ്റിമം കറൻസി ഏരിയ ബെനിഫിഷ്യൽ ആകണമെങ്കിൽ അതിന്റെ മെമ്പേഴ്സ് കൺട്രിയുടെ എക്കണോമീസ് ഓപ്പൺ ആയിരിക്കണം. കൂടാതെ അവരുടെ GNP ഹയർ ആയിരിക്കണം. മെമ്പേഴ്സ് കൺട്രീസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബാലൻസ് അച്ചീവ് ചെയ്യുന്നതിനായി ഫിസിക്കൽ പോളിസിനെയും മോണിറ്ററി പോളിസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഈ തിയറി ഒപ്റ്റിമം കറൻസി ഏരിയയ്ക്ക് പുറത്തുള്ള നോൺ മെമ്പർ കൺട്രീസിനെ അവോയ്ഡ് ചെയ്യുന്നു. കെനൻസ് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ തിയറി. കെനന്റെ അഭിപ്രായത്തിൽ ഒപ്റ്റിമം കറൻസി ഏരിയ കൂടുതൽ പ്രാക്ടിക്കൽ ആകുന്നത് ലെസ് ഓപ്പൺ കൺട്രീസിലും ഡൈവേഴ്സിഫൈഡ് എക്കണോമീസിലും ആയിരിക്കും. ഇത്തരത്തിലുള്ള കൺട്രീസ് ലാർജ് എമൗണ്ട് ഓഫ് ഡൈവേഴ്സിഫൈഡ് ഗുഡ്സസ് ആയിരിക്കും ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള കൺട്രീസിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്റ്റേബിൾ ആയിരിക്കും. എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള പ്രഷറും കുറവായിരിക്കും. ഈ കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗുഡിന്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ മറ്റ് ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുകയും അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റും അൺഎംപ്ലോയ്മെന്റും കൺട്രോൾ ചെയ്യാനും കഴിയുന്നു. ഈ തിയറി നോൺ മെമ്പർ കൺട്രീസിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഗുഡ്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി പറയുന്നില്ല. മാഗ്നിഫിക്കോസ് പ്രൊപ്പൻസിറ്റി ടു ഇൻഫ്ലേഷൻ തിയറി. ഒപ്റ്റിമം കറൻസി ഏരിയ സാധ്യമാകണമെങ്കിൽ മെമ്പേഴ്സ് കൺട്രീസിന്റെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് റേറ്റും സിമിലർ ആയിരിക്കണം. ഇത്തരത്തിലുള്ള കൺട്രികളിൽ മാത്രമേ ഒപ്റ്റിമം കറൻസി ഏരിയ സാധ്യമാകുകയുള്ളൂ. ഇതിനായി അദ്ദേഹം ഫിലിപ്സ് കർവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിലിപ്സ് കർവ് സൂചിപ്പിക്കുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയും. രാജ്യങ്ങൾ തമ്മിൽ അൺഎംപ്ലോയ്മെന്റിലും ഇൻഫ്ലേഷനിലും ഒരു കോമൺ റേറ്റ് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒപ്റ്റിമം കറൻസി ഏരിയ അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിനായിട്ട് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് യൂസ് ചെയ്യണം. എങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഡെഫിസിറ്റ് പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റും. ഇതൊരു അൺറിയലിസ്റ്റിക് തിയറിയാണ്. കാരണം രാജ്യങ്ങൾക്ക് ഒരിക്കലും സെയിം റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ഫോളോ ചെയ്യാൻ കഴിയില്ല. വുഡ്സിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് തിയറി ഒപ്റ്റിമം കറൻസി ഏരിയയിലെ കോസ്റ്റിനെയും ബെനിഫിറ്റിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഒരു കറൻസി ഏരിയ രൂപീകരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം ബെനിഫിറ്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിന് കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഒപ്റ്റിമം കറൻസി ഏരിയ രൂപീകരിക്കുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫോറിൻ എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ബാങ്കിങ്ങിലൂടെ ഉണ്ടാകുന്ന സേവിങ്സും യൂണിയൻ റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗെയിനും ഉൾപ്പെടുന്നു. ഇന്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി ഇത് റെഡ്യൂസ് ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ മോണിറ്ററി മെക്കാനിസം ഇൻക്രീസ് ചെയ്യുന്നു.